വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാനുള്ളത് പെരുമ്പാവൂരിലാണ്. പെരുമ്പാവൂരിൽ എൻ്റെ കൂടെ നമ്മുടെ സ്വന്തം അഖിലടിയുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് 2 പരിപാടീസ് ഉണ്ട് ഗൈസ്. ഒന്നാമത്തത് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം. പെരുമ്പാവൂരിൽ തന്നെ ഫേമസ് ആയിട്ട് ഏതാ സ്ഥലം? കുഞ്ഞാപ്പൂവിൻ്റെ നെയ്ച്ചോറും ബീഫ് എന്ന് പറഞ്ഞാൽ ഒരു കിടിലൻ സ്പോട്ട് ഇവിടെ ഉണ്ട്. ബീഫ് കറി, നെയ്ച്ചോറും ബീഫ് കറി. അപ്പോൾ അത് അവിടെ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം. പിന്നെ നമുക്കിവിടെ കുറുക്കുമ്പുഴ പള്ളിയിൽ നമ്മുടെ പെരുന്നാൾ നടക്കാണ്. അവിടെ പോയിട്ട് അവിടുത്തെ എൻ്റർടൈൻമെൻറ്റ്സും കാണാം. സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ്. സോ നമുക്കിന്ന് പൊളിക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ 3 പേരാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മുടെ സ്വന്തം കുടീരത്തിലേക്ക്, ഇത് നമ്മുടെ സ്വന്തം വീടാട്ടോ ഗൈസ്. നമ്മളല്ലേ പാറാക്കുന്ന വീടാണ്. നമ്മൾ അങ്ങോട്ട് കയറി പോവാണ് അന്ധകാരത്തിലേക്ക്. കുഞ്ഞാപ്പൂസ് കിച്ചൺ എന്ന് പറയുന്ന ഷോപ്പ് കേട്ടോ. അപ്പോൾ ഐ ലവ് പെരുമ്പാവൂർ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇതുണ്ട്. നമുക്ക് കയറി പോകാം. പക്ഷേ വീഡിയോക്ക് പറ്റിയെടുക്കാണോ? പിന്നല്ലേ. ഓക്കെ, അപ്പോൾ പൊളിയായിരിക്കും. 190 കേട്ടോ. അത്യാവശ്യം തിരക്കുള്ള കടയാണ് കഴിച്ചത്. അത്യാവശ്യം തിരക്കുണ്ടല്ലേ? അത്യാവശ്യം തിരക്കുള്ള കടയാണ്. എന്നെ ഉണ്ടല്ലടാ. നിങ്ങൾക്കറിയാമോ ആരായി കുഞ്ഞാപ്പൂന്നറിയാമോ? ആരായി കുഞ്ഞാപ്പൂ? അതൊരു വേറൊരു സ്റ്റോറിയാണ് കാര്യം. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇത് സ്റ്റീം ചെയ്തിട്ടുണ്ട് കേട്ടോ. 3 വാഴയില ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് തന്നെ വരാൻ വേണ്ടി പോണേ. ഇനി ബിരിയാണി വരുന്ന നെയ്ച്ചോറ് വരുന്നുണ്ട്. പിന്നെ ബിരിയാണി നെയ്ച്ചോറ് ബീഫും. ഇത് മറന്നു പോകുന്നു. ഇടയ്ക്ക് മറന്നു പോകുന്നു. നമുക്ക് ഇത് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ ഇറങ്ങിയത്. നമുക്ക് അതിൻ്റെ അത്യാഗ്രഹം കൊണ്ട് നിൽക്കുമല്ലേ. അപ്പം അന്നേരം നമുക്ക് ബിരിയാണി നെയ്ച്ചോറ് ബീഫ്, നെയ്ച്ചോറ് ചിക്കൻ ഉണ്ട് ഗൈസ്. 2 സെറ്റാണ്. നമ്മുടെ ചാനലിൽ കാണുന്ന 2 പേര് പുതിയ ആൾക്കാരാണ്. സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയത്തില്ല. പക്ഷേ നമ്മുടെ ചങ്ക് ബഡീസ് ജിബി ഫ്രം കുമളി അണക്കര, അഖിൽ ഫ്രം മലപ്പുറം. അണക്കര വേണ്ടായിരുന്നു ഗൈസ്. അണക്കരയല്ല എൻ്റെ വീട്. എൻ്റെ വീട് നമ്മുടെ ഫേമസ് ആയ കുട്ടിക്കാനത്തിൻ്റെ അടുത്ത സ്റ്റോപ്പാണ് ഗൈസ്. കുട്ടിക്കാനത്ത് തന്നെ ഉള്ളത് കാണാൻ. കുട്ടിക്കാനത്ത് നമുക്ക് അടിപൊളി ഫുഡ് വന്നു തുടങ്ങിയപ്പോൾ ഇത് റൈത്ത പോലത്തെ വൈബ്. റൈത്ത വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് പപ്പടം. എല്ലാവർക്കും ഒരെണ്ണം പപ്പടം. റൈത്ത എൻ്റെ പപ്പടം വന്നിട്ടുണ്ട്. ശേഷം അടുത്തത് നമ്മുടെ നെയ്ച്ചോറ് ബീഫ്. നേരെ ഇങ്ങനെ തട്ടുവാണ് ഗൈസ്. 3 പേരുടെ എടുക്കണം കേട്ടോ. വേറെന്തോ സാധനം വന്നിട്ടുണ്ട് കേട്ടോ. ദാല. ഇതെന്താ? ദാലല്ല, മീൻ നെയ്ച്ചോറ് തട്ട്. ജിബി എന്നൊരു പൂശും ഗൈസ്. നല്ല വിശപ്പുണ്ട്. പപ്പടം കൂട്ടി പൊടിച്ചൊരടിയായിരിക്കും. ഇതിൻ്റെ ഒരു പൂശി കാണിച്ചു കൊടുത്തടാ. ഇങ്ങനെ എടുത്തിട്ട് നെയ്ച്ചോറിനോട്ട് കുറച്ച് പപ്പടം ഗൈസ്. പപ്പടം പൊടിക്കുന്നതാണോ? പൂശി ചൂട് സാധനം നമ്മൾ കഴിയാൻ വേണ്ടി പോട്ടോ. പിന്നെ ഭയങ്കര ടേസ്റ്റാണ് കഴിച്ചത്. നിങ്ങളെല്ലാവരും വന്ന് ട്രൈ ചെയ്യണം. മസ്റ്റ് ട്രൈ ചെയ്യണം. നല്ലതായിട്ടാണ്. അപ്പോൾ ഞാനും ഫുഡ് കഴിക്കാൻ വേണ്ടി പോട്ടോ. അതിൽ ഫുഡ് വിളമ്പി
ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞ ടേസ്റ്റ് നോക്കാൻ വേണ്ടി വന്നതാണ്. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞ് വന്നതാണ്. കാരണം ഞാൻ മലപ്പുറംകാരനാണ്. കാരണം കല്യാണ ബിരിയാണി അതുപോലെ പല ബിരിയാണികളും ഞാൻ കഴിച്ചൊരാളാണ്. അതുകൊണ്ട് അതിന് ടേസ്റ്റ് എന്താ അതുപോലെ ടേസ്റ്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, കല്യാണ ബിരിയാണി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കല്യാണ ബിരിയാണി, കല്യാണ നെയ്ച്ചോറ്, അതേമാതിരി ഈ നമ്മളെ മലപ്പുറം ജില്ലയിൽ പല ഭാഗത്തും ഈ എന്താ പറയുക പള്ളികളിലും ഒരുപാട് സ്ഥലങ്ങളിലും നമ്മളിതുപോലെ ഇത് പറയുക ഈ പള്ളി എന്താ പറയുക തേങ്ങാച്ചോറ് കിട്ടുന്ന പറയാം. അതുപോലത്തെ ഒരുപാട് സാധനങ്ങൾ. പക്ഷെ അതുപോലെ ടേസ്റ്റ് വിഭവത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ഐറ്റം ആണ് എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നേക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഫേമസ് ആണ്, വളരെ ഫേമസ് ആണ്. എന്തായാലും നമുക്ക് നോക്കാം. ഫുഡ് സ്പോട്ട് നോക്കിയിട്ട് അതിനകത്ത് നമുക്ക് ആൾക്കാർ പറഞ്ഞു തന്നൊരു സംഭവമാണ് ഈ കട ഷോപ്പ്. അതെ, കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം നിൽക്കുന്ന സമയത്തൊന്നും അവിടെ ഈ പെരുമ്പാവൂർ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നിൽക്കുന്ന സമയത്ത് അപ്പം അവിടെ നിന്ന് ഒരുപാട് പേരോട് ചോദിച്ചു കുഞ്ഞാപ്പൂന് കടയിൽ പോയിട്ട് കഴിച്ചില്ലേ. കുഞ്ഞാപ്പൂവിൻ്റെ പിന്നെ ഈ പറഞ്ഞ ബീഫ് കറി നെയ്ച്ചോറ്, അതായത് നെയ്ച്ചോറും ബീഫ് കറി കഴിച്ചില്ലേ എന്നോട് ചോദിച്ചു. അപ്പോൾ ഒരുപാട് എന്നോട് പലരും പറഞ്ഞ കാര്യം വേറൊന്നുമില്ല. അപ്പോൾ അത് കഴിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. ഞാൻ എൻ്റെ വീട് മലപ്പുറമാണ്. എന്നാൽ പോലും മലപ്പുറത്ത് വന്നിട്ട് ഈ പെരുമ്പാവൂർ വന്നിട്ട് ഇത് കാണണം. മുഖത്തുണ്ടാവുന്ന ഭാവമാണ്. മുഖത്തും നമ്മൾ വാക്കുകൊണ്ട് പറയുന്നതല്ല. ഇത് തന്നെയാണ് സാധനം. പുളിയിഞ്ചിയാണ്. പുളിയിഞ്ചിയല്ല. ഓക്കെ, ഇതൊന്നും എടുക്കാവോ? അടുത്തത് ഇതെനിക്കാണ് അലീന് അടുത്തത് ക്യാഷിനായിട്ട് പോയിട്ടാവേ. മുത്തളീന് കൊടുത്തിട്ട് അലീന് അടുത്തത് നല്ല കിടക്കാറ്റ് ക്യാഷിനായിട്ട് കഴിക്കുന്ന കറക്റ്റ് റിവ്യൂ പറയാവുള്ളൂ. കറക്റ്റ് കൊള്ളാമോ? കൊള്ളാന്നാണ് പറയണേ. അടിപൊളി. അതിന് വേറൊന്നുമില്ല. എന്താണ് ഇവിടുത്തെ ഒരു കഴിച്ച ടേസ്റ്റ് അല്ല, അതിനപ്പുറം വേറെ കാര്യം പറയാം. നമ്മളെ മലപ്പുറം ജില്ലയിൽ വെച്ചിട്ട് ഈ ഒരു സാധനം ഇത് എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇത് കുറച്ച് ടേസ്റ്റ് പോലെ ഈ സാധനം ഇത് എന്താണെന്ന് എനിക്കറിയാം. ഈ സാധനം എക്സ്ട്രാ ആണ്, പുളിഞ്ച് പോലെ. നമ്മളെ മലപ്പുറം ജില്ലയിൽ പോലും ഇങ്ങനത്തെ സാധനം വിഭവം വിളമ്പാറില്ല. ഉണ്ടായിരിക്കും എനിക്കറിയില്ല. എന്നാൽ പോലും കൊള്ളാം. എനിക്കറിയില്ല. പക്ഷെ എന്നാൽ പോലും അടിപൊളി, ഇഷ്ടപ്പെട്ടു. അടിപൊളി. ഇതെന്താ ഐറ്റം? പുളിയും കറി. ഓക്കെ, താങ്ക് യു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഇടുക്കിയിൽ നിന്നൊക്കെ വന്നതാണ്. ഇവിടെ നിന്ന് ആദ്യമായിട്ടാണ് ഈ പുളിഞ്ചിക്കറിയോ എന്തോ കറിയോ ഞാൻ ആദ്യമായിട്ടാണ്. കൊള്ളാം കഴിച്ചു, കുഴപ്പമില്ല. നല്ല മുഴുത്ത 2 ക്യാഷായിട്ട് അവർ വെച്ചോളൂ കഴിച്ചു. സംഭവം ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇതൊന്നും കഴിച്ചു നോക്കാം. ഇത് കൊള്ളാൻ ഒരു സാധനം. ഇത് സാധനം ഇത് കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. മലപ്പുറം നമ്മൾ കഴിച്ചിട്ടുണ്ട്. മലപ്പുറം മാത്രമല്ല നമ്മൾ ബീഫ് മൊത്തം തട്ടിയിട്ടുണ്ട് കേട്ടോ. ബീഫ് നല്ല സ്മൂത്ത് ബീഫാണ്. ബീഫ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. വെന്തട്ടുണ്ടെന്ന് നോക്കാം. ബീഫ് നല്ല വേവുള്ള ബീഫ് കേട്ടോ. നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എമ്മി സാധനം. ഭയങ്കര എമ്മിയാണ്. എല്ലാവരും നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വ്ലോഗ് എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ച് കുഴച്ചിട്ട് കുറച്ച് അല്ല ഞാൻ വേറെ മൂടി കഴിക്കാൻ ആദ്യം ബീഫും നെയ്ച്ചോറും മിക്സ് ചെയ്തിട്ട് ഒരു പിടി പിടിക്കുക. മിക്സിയുടെ ആദ്യം ഒരു പിടി പിടിക്കുക. അതായത് നമുക്ക് പപ്പടം കൂടെ കുഴച്ച് പിടിക്കണം. ഇതും കൂടെ സലാഡ് കൂടെ. എന്താ ഒന്നാണ് മൂട് സാധനം. അതാ അതിന് അച്ചാർ നമ്മൾ പൊള്ളി അച്ചാർ ശേഷം പൊളിഞ്ചി. എൻ്റെ പൊള്ളി ലാസ്മരി സാധനം രണ്ടുകൂടെ തന്നെ സള്ളാസ്. സള്ളാസുള്ളത് സലാഡ്. നമ്മൾ ലക്കിയാണ്. ഞാൻ എന്തെങ്കിലും ലക്കി കഴിച്ചു. ലക്കിലി ബാസ്റ്റർ. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത് സത്യത്തിൽ വിശപ്പുണ്ട്. പക്ഷെ എന്നാലും ഇവിടെ പെരുമ്പാവൂരിനെ സംബന്ധിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ ബീഫും ഈ സാധനം കിട്ടാറുണ്ട്.
ഒരുപാട് സ്ഥലങ്ങളുണ്ട് സാധനം. ഇതുപോലെ ടേസ്റ്റിൽ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ബീഫും ഈ പറഞ്ഞ പോലെ നെയ്ച്ചോറും ബീഫും കിട്ടുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുപാട് ഉണ്ട്. പക്ഷേ നമുക്ക് ടേസ്റ്റിൽ നല്ല മുന്തിനുണ്ട്. നല്ല കിടുക്കം ബീഫാണ്, നല്ല ഫ്രഷ് ബീഫാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ബീഫിൻ്റെ ആ ഒരു മൊത്തമായിട്ട് നമുക്ക് കഴിക്കണം. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഈ ഫുഡ് വ്ളോഗ് മാത്രമല്ല. നമ്മളിനി നേരെ പെരുമ്പാവൂരിൽ നിന്ന് നമ്മളെങ്ങോട്ടാ പോണേ? സ്ഥലം അറിയാമോ? സ്ഥലത്തിൻ്റെ പേര് ഞാൻ പള്ളിപ്പെരുന്നാൾ കൂടാൻ പോകണം. സ്ഥലത്തിൻ്റെ പേരറിയാമോ? ഒരു പൂ കൂട്ടിയുള്ള ഒരു സ്ഥലമാണ് ഗൈസ്. കുറുപ്പുംപടി. കുറുപ്പുംപടിക്കാണ് നമ്മൾ പോകാനുള്ളത്. എൻ്റെ മുടിയൊക്കെ ഭയങ്കരമാണ്. നമ്മൾ വ്ളോഗ് എടുക്കുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നോർമലി ഫുഡ് പെട്ടെന്ന് അടിച്ചിട്ട് നമ്മൾ നേരെ പോകാൻ പോണത് കുറുപ്പുംപടി പള്ളിപ്പെരുന്നാളാണ്. അപ്പോൾ അടുത്ത വൈബ് അവിടെ വെച്ച് കാണാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യണം ഇവിടെ വെച്ച്. അതുകൊണ്ട് നമുക്ക് അടുത്ത യാത്രയിലേക്ക് നമുക്ക് പോകാം. ഇത് സമയം ഏകദേശം എത്ര മണി ഫോണെന്ന് കാണിക്കും? 11 മണിയാവാൻ 5 മിനിറ്റ്. 11 മണിയാവാൻ 5 മിനിറ്റ്. 9:55 എൻ്റെ സമയം തെറ്റാണ്. 10 എത്ര മണി കടിക്ക്? 9:55 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്കിനി അടുത്ത പരിപാടി. ഒത്തിരി വൈബുണ്ട്. സോ ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. സോ നമ്മുടെ ചാനലുകാരെ പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുക പ്ലീസ്. മൂട് കുറുപ്പുംപടി വൈബ് മൂട്. കുറുപ്പുംപടി പെരുന്നാളിനും റെഡിയാണോ? റെഡിയാണ്. ഡബിൾ ഓക്കെയാണ്. നേരെ ഇതാണ് വൈബ്. എങ്ങനെയുണ്ട് ഫുഡ്? നിങ്ങളെല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണം. കാണുന്നവരെല്ലാവരും പെരുമ്പാവൂർ. ഓക്കെ ഗൈസ്, അപ്പോൾ ലെറ്റ്സ് ഗോ ടു കുറുപ്പുംപടി. ഗായ്സ്, നമ്മൾ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഏകദേശം സമയം 10:30 ആവാറായിട്ടോ. ഇവിടെ വന്നപ്പോൾ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ദേ കാണുന്ന ആകാശൂഞ്ഞാൽ സാധനമൊക്കെ നിലവിൽ ഓഫായില്ല അളിയാ. ആകാശൂഞ്ഞാൽ ഓഫായി. എന്താ അഭിപ്രായം? കയറാൻ വന്നല്ലേ ആകാശൂഞ്ഞാല്? വൈബായിട്ടൊന്ന് കയറാൻ വന്നാ സിഗ്നൽ ഓഫായി പോയി. ജസ്റ്റ് ഓഫായിട്ടുണ്ട്. അപ്പോൾ നാളെ ഇച്ചിരി നേരത്തെ വരണം എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഒരുപാട് റൈഡുകളുണ്ട് കേട്ടോ ഗൈസ്. ആദ്യം പറഞ്ഞപ്പോൾ നിലവിൽ ആകാശൂഞ്ഞാലുണ്ട്, പിന്നെ അതുപോലെ മറ്റേ തൊട്ടിയുണ്ട് കേട്ടോ. അപ്പുറമായിട്ട് തൊട്ടിയുണ്ട്, പിന്നെ മറ്റേ ബലൂൺ എറിഞ്ഞ് വീഴ്ത്തുന്നത്. ആളിയാ ചങ്ങ വന്നേ, അഖിലളിയാ വന്നേ. ദേ ഇവിടെ നമ്മുടെ കുറുപ്പുംപടിയിലാട്ടോ. കുറുപ്പുംപടിയിൽ നമുക്ക് ദേ മറ്റേ തൊട്ടിയുണ്ട്, ഇങ്ങനെ ആടി പോകുന്ന തൊട്ടി. പിന്നെ മരണക്കിണറുണ്ട്, പിന്നെ പിള്ളേർക്ക് പറ്റിയ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ എന്തോ പൂള് പോലത്തെ ഒരു സംഭവം ഉണ്ട് ഇവിടെ. ഇവിടെ എന്താ സംഭവം? അതൊന്നും ഇല്ലല്ലോ. ഇതന്നെ ഏട്ടാ സംഭവം? ഇതന്നെ സംഭവം ഇപ്പോൾ കുളന്തേങ്ങൾക്ക് ഇത്. ഇത് പിള്ളേർക്കുള്ള പിള്ളേർക്കുള്ള പൂള്. ബോട്ട്, പിള്ളേർക്കുള്ള ബോട്ട്. ഇനി എത്ര? ഇത് മറ്റേ തുള്ളുന്ന സാധനം. കുട്ടീസിനുള്ള വലിയ ആൾക്കാർക്ക് പറ്റുന്നില്ല. ഇയാൾ കയറി കഴിഞ്ഞാൽ പറ്റുമോ? അപ്പം തന്നെ പറ്റുമോ? കുട്ടീസ്. ഇതൊരു കുട്ടിയാണ്. വർഷങ്ങൾക്ക് മുന്നേ. നിങ്ങളും കുട്ടിയതാ, ഞാനും കുട്ടിയതാ. ഓക്കെ, അപ്പോൾ ഈ സാധനം ഓടി ഇതിനകത്തൊക്കെ ഏതായാലും കയറണം കേട്ടോ. ജിബി വന്നിട്ട് വേണം ഈ സാധനത്തിൽ. ജിബി ഏതായാലും കയറുന്നില്ലോ, നമുക്ക് കയറിയാലോ? ജിബിനെ ഇതിനകത്ത് കയറ്റാം അല്ലേ? പിന്നെ അതുപോലെ ഈ സാധനം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് കൂട്ടുണ്ട്, മരണക്കിണറുണ്ട് കേട്ടോ. പിന്നെ മറ്റേ ബോഗി, ട്രെയിൻ ബോഗി ഉണ്ട്. സാധനം നോക്കി, അടിപൊളി കേട്ടോ, കിടലും വൈബ്. ഗൈസ്, അപ്പോൾ കുറുപ്പുംപടിയിൽ ഈ പെരുന്നാൾ ഒരു 2 ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വരേണ്ടവർക്കൊക്കെ വരാം കേട്ടോ. ഇവിടെ വരേണ്ടവർക്കൊക്കെ വരാം. ഇതിനകത്ത് ഇതുപോലത്തെ റൈഡും കാര്യങ്ങളിലൊക്കെ കയറണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ സാധിക്കും. സോ അതായാലും വന്ന് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുക. ഓഫ് ചെയ്തിട്ടുണ്ട് ഇവിടെ തൊട്ടിയുണ്ട്, ഇങ്ങനെ ആടുന്ന തൊട്ടി. അത് ഏകദേശം ഓഫ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇവിടെ ചേട്ടന്മാരുണ്ട് കേട്ടോ. ചേട്ടന്മാരോടും ചോദിച്ചു നോക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ഇത് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാൻ ജസ്റ്റ് നോക്കട്ടെ കേട്ടോ.
ചേട്ടാ ഇത് എത്ര രൂപയാ നാളെ ഉണ്ടാവോ? എത്ര രൂപയാ? 100 രൂപ ഒരാൾക്ക്. 2 പേർക്ക്. ആ സൺഡേ വരെ ഉള്ളൂ. ആ 9-ാം തീയതി വരെ ഉള്ളൂ കേട്ടോ. ഈ റൈഡ് കാര്യങ്ങളൊക്കെ 9-ാം തീയതി വരെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ആരും മിസ് ചെയ്യണ്ട. നിങ്ങൾ വരേണ്ട ആൾക്കാരെല്ലാം ജസ്റ്റ് വന്നോളൂ. 9-ാം തീയതി വരെ ഉള്ളൂ. മാക്സിമം എൻജോയ് ചെയ്യുക, വൈബാക്കുക, പൊളിക്കുക. അപ്പോൾ എല്ലാവരും ജസ്റ്റ് കുറുപ്പടി വരെ വന്നാൽ മതി, വൈബാക്കാം. ഓക്കെ, ഒരു റൗണ്ട് കറക്കുമോ? ഫിനിഷായി ഇല്ല ഓക്കെ, കാരണം ടൈം ഒത്തിരി ഒരു 10:45 ആകുമ്പോൾ ഫിനിഷ് ആവില്ലേ കേസ്. അപ്പോൾ നമുക്ക് നാളെ വരാം. ഓക്കെ, നാളെ വന്നിട്ട് നമുക്ക് ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്ത് തകർത്ത് മേഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ഇനി നല്ല കളിക്കല്ലേ? ബാ നാളെ വന്നാൽ ആദ്യം കയറിയേ പറ്റൂ. എനിക്ക് ഒന്നാമത് പേടിയാണ്. ഇതൊക്കെ ഒരു വൈബല്ലെന്ന്. ഇങ്ങനെ കയറ്റിയത് ഗൈസ് നമ്മൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. സോ നമ്മൾ വണ്ടി കൊതുക്കി വെച്ചെടുത്ത് പോയി വണ്ടി എടുക്കുക, നേരെ റൂം വിളിക്കാം. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഏകദേശം ഇവിടെ അവസാനിക്കാറ്. ഏകദേശം നാളത്തെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. ടാറ്റാ.